ഇന്നലെ വിയൂർ ജയിലിൽ തടവുകാരെ സഹതടവുകാർ മർദ്ദിച്ചു. പിന്നീട് അത് പോലീസുകാരടക്കം ഇവരെ ജയിൽ മാറ്റുന്ന നടപടിയിലൊക്കെ എടുത്ത് നമ്മൾ വാർത്ത കൊടുത്തു. അപ്പോൾ അതിലൊരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്, തടവുകാരുടെ ഒരു സമരം നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തടവുകാർ, കൂടുതൽ ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്ന പരാതിയിലാണ്. അപ്പോൾ നിരാഹാര സമരവുമായിട്ട് കൂടുതൽ തടവുകാർ കൂടി എത്തുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സന്തോഷ്, വിവേക് എന്നിവർ നിരാഹാരമിരിക്കുന്നത്. ഇരുവരുടെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിനിടെ ഇന്ന് ജയിലിന് മുന്നിൽ മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിഷേധിക്കും. നട്ടരാജ് പരശുരാം വിശദാംശങ്ങൾ നൽകും. നട്ടരാജ്, തടവുകാർ അവിടെ പ്രതിഷേധിക്കുകയാണ്. എന്താണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊപ്പം മനുഷ്യാവകാശ പ്രവർത്തകർ ആരൊക്കെയാണ് ഇന്ന് ജയിലിന് മുന്നിൽ പ്രതിഷേധിക്കാനെത്തുക? ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാരോപണങ്ങൾ പലതും പുറത്തു വരുമ്പോൾ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട മർദ്ദനമേറ്റു എന്ന് പറയപ്പെടുന്ന തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മറ്റ് തടവുകാർ ഇന്ന് നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുന്നത്. അവർ ഇന്നലെ മുതൽ നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട്. വിവേക്, സന്തോഷ് ഇവർ രണ്ടുപേരും മാവോയിസ്റ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജയിലിൽ കഴിയുന്നവരാണ്. ഇവരാണ് ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ നിരാഹാര സമരം ഇരിക്കുന്നത്. ഈ പ്രതികളെ മർദ്ദിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിരാഹാര സമരം. ഇവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലും ഇവർ നിസ്സഹകരണം തുടരുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഇരുവരും കൂട്ടാക്കുന്നില്ല. ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നതുവരെ ഒരു തരത്തിലും ഭക്ഷണം കഴിക്കില്ല എന്ന നിലപാടിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് സംഘടനയുടെ പ്രവർത്തകരാണ് ഇന്ന് ജയിലിന് മുമ്പിൽ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ ജയിൽ അധികൃതരുമായി ചർച്ച നടത്തും. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ജയിൽ അധികൃതരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാനാണ് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സിന്റെ പ്രവർത്തകരുടെ ശ്രമം. എന്തായാലും ഇവർ രാവിലെ വിയ്യൂർ ജയിലിലെത്തി ഇവരെ സന്ദർശിക്കുമെന്ന തരത്തിൽ അറിയിച്ചിട്ടുണ്ട്. തുടർ പ്രതിഷേധ പരിപാടികളും ഇവർ പദ്ധതിയിടുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ വരുന്നുണ്ട്. അസറുദ്ദീന്റെ കുടുംബത്തിന്റെ ആരോപണമൊക്കെ തന്നെ രാവിലെ നമ്മൾ കേട്ടതാണ്. കണ്ണൂരിൽ നിന്നും ഇത്തരത്തിൽ പല കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ തടവുകാർ ഇക്കാര്യത്തിൽ നീതി തേടി സമരപാതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി, രാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.